ഹലോ ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര ഭാഗത്താണല്ലോ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ആലപ്പുഴ പന്തിരങ്കാവ് മാമ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. അപ്പം 6 വരി പാതയുടെ വർക്ക് കഴിഞ്ഞു. അതിൻ്റെ ലൈനും മാർക്കിങ്ങുകളൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. രാമനാട്ടുകര കഴിഞ്ഞ് ഫ്ലൈ ഓവർ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഓപ്പണാണ്. 6 വരിയും ഓപ്പണാണ് കേട്ടോ. അപ്പോൾ അടിച്ച് പൊളിച്ച് നമുക്കിതാ ഈ ബൈപ്പാസ് റോഡിൽ കൂടി പോവാം. നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന് ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളിലൊക്കെ കുടുങ്ങിയ ഒരു സ്ഥലമാണ് ഈ കോഴിക്കോട് ബൈപ്പാസ്. പല ജംഗ്ഷനുകളും അവിടെയൊക്കെ ഇപ്പം അടിപൊളിയായിട്ടോ. രാമനാട്ടുകര തന്നെ നല്ല ബ്ലോക്കുള്ള ഇതായിരുന്നു, ആ ജംഗ്ഷനായിരുന്നു. പിന്നെ ഒരു ഫ്ലൈ ഓവർ വന്നു. ഇപ്പോൾ 2 ഫ്ലൈ ഓവറും ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇവരെ ഈ വർക്ക് സൈറ്റിലെ വണ്ടികൾ പോകാൻ വേണ്ടിയിട്ട് ഈ ഡിവൈഡറിന് അവിടെ ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പ് കൂടെ വണ്ടിയും ബൈക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ശ്രദ്ധിക്കുക. നല്ല സ്പീഡിൽ അതിവേഗതയിലാണ് വാഹനങ്ങൾ പോവുക. നമ്മൾ വിചാരിക്കുന്നതിനാട്ടിൽ മുമ്പ് വാഹനങ്ങൾ നമ്മളെ മുമ്പിലെത്തും. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പോയി നമ്മളെ പാറമ്മൽ ജംഗ്ഷൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ അയിഞ്ഞലം ഭാഗത്തേക്കാണ് പോകുന്നത്. അയിഞ്ഞലം ഇവിടെ കുറച്ച് ഒരു ഉയർന്നിട്ടാണ് പോകുന്നത്. ഒരു ക്ഷേത്രമുണ്ട് റൈറ്റ് സൈഡിൽ. അതേമാതിരി ഭാരത് ബെൻസിൻ്റെ ഒരു ഷോറൂമുണ്ട്. ഇനി അയിഞ്ഞലം അണ്ടർപാസ് അവിടേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഒരു ചതുപ്പ് സ്ഥലമായിരുന്നു. അതൊക്കെയാണ് മണ്ണിട്ട് ഉയർത്തി ലെവൽ ചെയ്ത് വന്ന സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെയൊക്കെ ഈ റോഡിന് സമമായിട്ട് വെള്ളം നിന്നാണ്. പക്ഷെ ഇപ്പോൾ അതിനെക്കാട്ടിലും ഹൈറ്റിലാണ് ഈ റോഡ് പോകുന്നത്. സർവീസ് റോഡ് പഴയ റോഡിൻ്റെ ഹൈറ്റേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് അയിഞ്ഞിലം ഫ്ലൈ ഓവർ. അടിപൊളിയിട്ട് കാണാൻ തന്നെ എന്ത് മനോഹരമാണ്. റോഡുമ്മ കൂടെ വണ്ടി ഓടിക്കാൻ തന്നെ ഒരു സമാധാനമാണ്. അപ്പം അയിഞ്ഞിലം അണ്ടർപാസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഫാറൂഖ് കോളേജ്, റൈറ്റ് സൈഡ് എടവണ്ണപ്പാറ, അരീക്കോടൊക്കെ നിലമ്പൂരൊക്കെ പോകുന്ന ആ റോഡാട്ടോ. ഒരു ജംഗ്ഷനാണ് അവിടെയും. നമ്മൾ പോകുന്നതേ അറപ്പുഴ പാലം. ഈ അറപ്പുഴ പാലത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത്. അതായത് നമ്മൾ മലാപ്പറമ്പ് വരെ പോവുകയാണെങ്കിൽ അറപ്പുഴ, അതേമാതിരി മാമ്പുഴ, മലാപ്പറമ്പ് ഈ 3 സ്ഥലത്തും മാത്രമേ ഇനി വർക്ക് ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ ഹൈവേയുടെ വർക്കുകളും ഏകദേശം ഒരു 95%, 100% തന്നെ എന്ന് പറയാം പൂർത്തിയായിട്ടുണ്ട്. അപ്പം അറപ്പുഴ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടാവും. ഇതിൻ്റെ ഈ പാലത്തിന് മുകളിലുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്പാനുകൾക്കിടയിലുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട്. പാലം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും ബാക്കിയുള്ള അതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെയാണ്. 2 ഭാഗത്തും ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലും ഒരു പാലം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. 1-2 പിന്നെ പില്ലറുകൾ ഉയർന്ന് വരുന്നുണ്ട്. ഇതവിടെ അപ്രോച്ച് റോഡിൻ്റെ പണി ഇതുവരെ തുടങ്ങിയില്ലായിരുന്നു. ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ മണ്ണൊക്കെ മാന്തി അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് അപ്രോച്ച് റോഡൊക്കെ പെട്ടെന്ന് എന്തായാലും KMC എന്ന ഹൈദരാബാദ് ബേസായ കമ്പനി വളരെ വേഗതയിലാണ് ഈ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്ക് തീർന്നത്. നമ്മൾ പിന്നെ പല റീച്ചിലും നമ്മൾ പോയപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റായിട്ട് നമുക്ക് തോന്നിയത് ഈ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം KNRC ചെയ്യുന്ന വർക്കും മോശമല്ല എന്നാണ് പറഞ്ഞത്. എന്നാലും അതിനെക്കാട്ടിലും വേഗതയിൽ ഈ ഒരു 29 കിലോമീറ്ററിൻ്റെ വർക്ക് കഴിച്ചു എന്നുള്ളതാണ്. 80% വർക്ക് പൂർത്തീകരിച്ചു. മാർച്ചിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഉഷാറായി. നമ്മൾ കാത്തിരുന്ന് എന്നാൽ അതിലെ ഒരു വണ്ടി നമുക്ക്
ഈ ട്രാഫിക്കൊന്നും ഇല്ലാതെ ഓടിച്ചു പോകാൻ കഴിയുക എന്നുള്ളത് ഇത്ര കാലം നമ്മൾ ആഗ്രഹിച്ച റോഡാട്ടത്. ആ റോഡിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതേമാതിരി ഇപ്പോൾ നമ്മളെ തലശ്ശേരി ബൈപ്പാസും ഓപ്പൺ ചെയ്തപ്പോൾ വളരെ സന്തോഷം. എത്ര കാലം ഈ തലശ്ശേരി ഈ മാഹിയിലൊക്കെ നമ്മൾ ബ്ലോക്കിലും കാര്യങ്ങളൊക്കെ കുടിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കോഴിക്കോട് ബൈപ്പാസും നമുക്ക് അടിപൊളിയായി ഇനി മുന്നോട്ട് പോകാം. എന്നാലും 1-2 മാസം കൊണ്ട് ഈ വർക്കുകൾ ഫിനിഷ് ചെയ്ത് ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുടൽനടക്കാവ് ഭാഗത്തെത്തിയിട്ട് നമ്മൾ കുടൽനടക്കാവിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകളുണ്ട്. അതായത് ഈ കാണുന്നതാണ് അതിൻ്റെ ഫുൾ ഓവർ ബ്രിഡ്ജിക്ക് വേണ്ടിയിട്ട് അതിനുള്ള വർക്കുകളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ അവിടെ ട്രാഫിക് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. അതായത് ഇനി അത് അവിടെ സെറ്റ് ചെയ്യാണ്ട് റൈറ്റ് സൈഡിൽ അതാ ടാറ്റ മെറീന, ഏറ്റവും കൂടുതൽ നാനോ കാറുകൾ വിറ്റ രത്തൻ ടാറ്റ വന്ന ആ ഷോറൂം ആട്ടോ. അതാണ് അത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം. രത്തൻ ടാറ്റ കേരളത്തിൽ വന്നത് എനിക്ക് തോന്നുന്നത് ഈ ഷോറൂമിലേക്കാണ്. ഏറ്റവും കൂടുതൽ നാനോ കാറുകൾ വിറ്റു പോയ സ്ഥലം. എന്തായാലും നമ്മളെ ഭാഗമല്ല, നമ്മൾ റോഡിൻ്റെ നമ്മൾ പറയാം. അപ്പോൾ ഇനി പന്തീരങ്കാവ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ കുറച്ച് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പോകുന്നത്. കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ബാക്കിയുണ്ട്. അവിടെ ഒരു കരിമ്പാർ ഉണ്ടായിരുന്നു. ആ കരിമ്പാറിൻ്റെ ഒരു വിഷയം കൊണ്ടാണെന്ന് തോന്നുന്നു ആ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും അതൊക്കെ അവർ തീർക്കും. ഈ പന്തീരങ്കാവിൻ്റെയും അറപ്പുഴ പാലത്തിനിടയിൽ ഒരു മിനി വെഹിക്കിൾ അണ്ടർ പാസ് കുടൽനടക്കാവിൻ്റെയും അറപ്പയിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ കഴിയില്ല. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ അവിടെ ഉയർന്ന് കാണുന്നുണ്ട്. എന്തായാലും കത്തി തുടങ്ങിയില്ല കേട്ടോ. ഏതായാലും സോളാറല്ല, ഇലക്ട്രിക് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സോളാറാണെങ്കിൽ അതൊരു പരാജയമാവും. എന്തായാലും സോളാർ ആവില്ല, അല്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ കരുതാം. ഇതാണ് നമ്മൾ പോകുന്നത് പന്തീരങ്കാവ് ഫ്ലൈ ഓവർ. എത്ര കാലമാണ് ഇവിടെയൊക്കെ നമ്മൾ ബ്ലോക്ക് കടന്നത്. ആ സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ ഈ മിന്നിച്ചങ്ങോട്ട് പോണത്. അടിപൊളി, മനോഹരം, അങ്ങനെ തന്നെ പറയാം കേട്ടോ. ഈ റോഡ് നമ്മൾ കുതിച്ച് പായാൻ പറ്റിയ ഒരു റോഡ്. ഏതായാലും നമ്മൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്പീഡ് ട്രാക്കിൽ കൂടെയാണ് ഈ വാഹനം ഓടിക്കുന്നുള്ള നല്ലൊരു ബോധമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരു കാരണം എന്താ പറയുക, 2 ഭാഗത്തെ റോഡും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പീഡ് ട്രാക്കിൽ കൂടെ ഞങ്ങൾ ഈ വണ്ടി ഓടിച്ച് പോകുന്നത്. പതുക്കെയാണ് പോകുന്നത്, ഒരു 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അതൊരു നല്ലൊരു ബോധത്തോടു കൂടിയാണ് പോകുന്നത്. അത് 2 ഭാഗവും നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ പോകുമ്പം മറ്റേ ഭാഗത്തെ റോഡ് കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്പീഡ് ട്രാക്കിൽ കൂടെയാണല്ലോ വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് കാരണം. അപ്പോൾ നമ്മളിഞ്ഞ് പോകുന്നതേ മാമ്പുഴ പാലം. ഈ മാമ്പുഴ പാലത്തിൻ്റെ വർക്കാണ്. അവിടുന്ന് അങ്ങോട്ട് ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ ആ ഭാഗം വരെയുള്ള വർക്കുകൾ ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാം. മാമ്പുഴ പാലത്തിൻ്റെ അപ്രോച്ച് 2 ഭാഗത്തുണ്ട് കേട്ടോ പാലം വരുന്നത്. ഒരു പാലം ലെഫ്റ്റ് സൈഡിലെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് ഈ റോഡ്. കണ്ടോ, അപ്പം മണ്ണിട്ട് ഉയർത്തി കണ്ടോ, അത്രയും ഹൈറ്റിലാണ് റോഡ് പോകട്ടോ. മാമ്പുഴ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞു കണ്ടോ. അതിൻ്റെ അപ്രോച്ച് റോഡ്. അതിന് ഈ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെയും മാമ്പുഴ പാലത്തിനിടയിൽ ഒരു മിനി വെഹിക്കിൾ അണ്ടർ പാസ് വരുന്നുണ്ട്. അപ്പം അതിന് കണക്കായി ആ ഉയരത്തിലാണ് ഇപ്പോൾ മണ്ണിട്ട് വരാനുള്ളത്. ഇവിടെയൊക്കെ ഒരു തോന്നൽ പോലത്തെ സ്ഥലമാണ്, ചതപ്പ് സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് കൂടി നല്ല ഫില്ലറൊക്കെ കൊടുത്തിട്ട്, അടിയിൽ നിന്ന് ഫില്ലറൊക്കെ കൊടുത്ത് ആണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയാണ്
അണ്ടർപാസ്, മിനി വെഹിക്കിൾ അണ്ടർപാസ്. അപ്പം ഇത്ര ഉയരത്തിൽ ഇനി മണ്ണിട്ട് വരാനുള്ളതാണ് കണ്ടോ. ഇതാണ് അണ്ടർപാസ്. അപ്പോൾ ആ ഭാഗം വർക്ക് കഴിഞ്ഞു. അവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടായിരിക്കാം ഇവിടെ വർക്ക് തുടങ്ങും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അതുവരെ ബായ്.